വാ. അങ്ങനെ എന്റെ ദോസ്ത് രജിത അല്ല, കുട്ടുവാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പൊ എല്ലാവരും കുട്ടു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ പേരാണ് ഇപ്പൊ ഇഷ്ടം. ശരി, പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്ത് സാഹചര്യത്തിലാണ് ആൺകുട്ടിയായി ജീവിക്കാം ഇനി എന്ന് തീരുമാനിച്ചത്? എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷമാവും. ഞങ്ങൾ ഫിനാൻഷ്യലി അത്യാവശ്യം പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കൊണ്ടും അച്ഛൻ എന്നെ അധികം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, ക്രിക്കറ്റ് പ്ലെയർ ആണ്. ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിക്കാർ മുന്നോട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഇരിക്കുക ഒരു സിറ്റുവേഷനിലാണ് വീട് വിട്ട് ഇറങ്ങാം, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ വീട് വിട്ട് ഇറങ്ങണമെങ്കിൽ എനിക്ക് നോർമൽ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ആണ്, സേഫ് അല്ല പുറത്തൊന്നും കിടക്കാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോംബോയ് ടൈപ്പിൽ നടക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും സേഫ് ആണ് സമൂഹത്തില്. അതായത് ആൾക്കാർ ഞാനൊരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയാതെ ഇരിക്കാനും എന്നാലും വേണം പുറത്തിങ്ങനെ കിടക്കാനും നടക്കാനും, അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. അതെ, അല്ലാതെ ഉള്ളിൽ എനിക്ക് ആണാവണം അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു? അങ്ങനെ ആഗ്രഹം ഉണ്ട്. എന്നിരുന്നാൽ പോലും പുറമേ ഞങ്ങൾക്ക് ഈ ഒരു രീതി നടക്കുമ്പോൾ ആരും ഞങ്ങളെ നോട്ട് ചെയ്തില്ല, സേഫ് ആയിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ പയ്യന്മാര് സേഫ് അല്ല. പയ്യന്മാരെന്നല്ല, കുഞ്ഞു പിള്ളേരാണെങ്കിലും പ്രായ ആൾക്കാരാണെങ്കിലും മെയിനായിട്ട് ഓരോ മൃഗങ്ങൾ പോലും സേഫ് അല്ലാത്ത കാലത്ത്. അപ്പോ അങ്ങനെ ഇരിക്കെ ഇപ്പൊ ഞാൻ നോർമൽ ഒരു ഗേൾ ആ ഒരു ടൈപ്പ് മുടിയൊക്കെ വളർത്തി ചുരിദാറൊക്കെ ഇട്ടാണ് ഇപ്പോ ഞാൻ രാത്രിയൊക്കെ നടക്കുന്നെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവുമെന്ന് പോലും ഡൗട്ടാ. അതെ. അപ്പൊ എങ്ങനെയാ ഈ വീട് വിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ പുറത്ത് താമസിക്കാൻ കടത്തുന്ന അങ്ങനെയൊക്കെയാണോ? ഞാന് ഇവിടെ മാർച്ച് 3-ാം തീയതി വരുന്ന ടൈമിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ 2 ദിവസം കിടന്നായിരുന്നു. അപ്പോ പ്ലാറ്റ്ഫോം ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ഒന്നും എടുക്കാണ്ട് കിടക്കണ നിയമം ഒരു ഇതാണ്. അപ്പൊ എന്നോട് പോലീസുകാർ ചോദിക്കാറുണ്ട്, എന്താ നീ ഇവിടെ? പിന്നെ ലേഡീസിന്റെ വിശ്രമമുറി കിടക്കുമ്പോ ഈ കോലത്തിൽ അവർ ചോദിക്കും എന്താടാ നീ ഇതിന്റെ അകത്ത്, ഇത് ലേഡീസിന്റെ ആണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കാം. അപ്പൊ ഞാൻ പറയില്ല സാറേ, പെൺകുച്ചാണ്. ID പ്രൂഫ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഡെയിലി കിടന്നാൽ ആരായാലും നോട്ട് ചെയ്യും. പിന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി ബസ് പിടിച്ച് പെരുമ്പാവൂർക്ക് വരുന്നത്. പെരുമ്പാവൂര് അയ്യപ്പ ക്ഷേത്രത്തിലാണ് പിന്നെ കിടന്നത്. അപ്പോ അവിടെ ആൾക്കാർ കിടക്കുന്നുണ്ടായി. അപ്പോ അടുത്ത് തന്നെ പെട്രോളിങ്ങിലെ പോലീസുകാർമാരൊക്കെ ഉണ്ട്. സേഫ് ആണെന്ന് തോന്നി കിടന്നു. അപ്പൊ അവിടെ ഉള്ളവരാരും ഒരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഈ ന്യൂസൊക്കെ പുറത്തു വന്ന് ഇപ്പൊ കുറച്ച് ആയപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടാണോ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു എന്നുള്ളത്? ചെറുത്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പൊ കോളേജ് ഹോസ്റ്റല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് സേഫായി. അല്ല, ശരിക്കും ഇങ്ങനെ നടക്കുമ്പോഴേ നമുക്കൊരു ആൺകുട്ടിയായി, ശരി ഓക്കെ, എന്റെ സിനിമയിൽ ഞാൻ പെണ്ണാണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഇത് ആൺകുട്ടിയായി നമുക്ക് എപ്പോഴെങ്കിലും ഉള്ളിൽ ഒരു ആഗ്രഹമില്ലേ മോളെ, നമുക്ക് ആ ഒരു പെൺകുട്ടിയായിട്ട് നമുക്ക് ഇറങ്ങണം എന്ന്? എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ഇപ്പോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും ഇതൊരു വല്ലാത്ത കഷ്ടം കേട്ടോ. ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയായിട്ട് ജീവിക്കേണ്ടി വരുന്നെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. എന്തുകൊണ്ട് ആൺകുട്ടികളുടെ പോലെ തന്നെ പെൺകുട്ടികൾക്കും ആയിക്കൂടെ? എന്താ ഇന്നത്തെ കാലത്ത് അവരും ബോൾഡാണ്, കോൺഫിഡന്റ് ആണ്. അവർക്ക് എന്താ, അവരെന്തിനാ താന്നു പോകുന്നത്? അത് വേണ്ട. ശരിക്കും നമ്മൾ പെൺകുട്ടിയായിട്ട് നടന്ന എന്താ കുഴപ്പം? നമുക്ക് എന്തുകൊണ്ട് ഒരു സേഫ് കിട്ടുന്നില്ല? ശരിക്കും കിട്ടാത്ത മെയിൻ കാരണം നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. കാരണം അതെ, അതിനി ഏത് കാലത്ത് മാറും എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റില്ല. അല്ല, ഏത് കാലത്ത് മാറും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ജനറേഷൻ ഒക്കെ ഇങ്ങനെ ആയിപ്പോവില്ലേ? അവർക്ക് ഒരു കുട്ടിക്ക് പോലും ഒരു അത്യാവശ്യം ഒന്ന് വെളിയിലോട്ടൊന്ന് പോണ്ടി വന്നാൽ എന്ത് ഗ്യാരണ്ടിയിൽ വെളിയിൽ പോകും? ഇപ്പൊ ഈ മോക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹം കാണില്ല, ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ട് ഒരുങ്ങി നടക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ? എനിക്കില്ല. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടിയാണ് എന്ന് വിചാരിക്കുമ്പോൾ കിട്ടിയ ഇതൊരു പ്രിവിലേജ് ആണ് എനിക്ക്. അങ്ങനെ എന്താ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഇപ്പൊ പുറത്ത് കിടന്നുറങ്ങിയത് തന്നെ മെയിനായിട്ട് പറയാ. ഇപ്പൊ ഞാന് 2.5-3 മാസത്തോളം ആ അമ്പലത്തിന്റെ തിണ്ണയിലാണ് കിടന്നുറങ്ങിയത്. പിന്നെ ചില ദിവസങ്ങളിൽ കടത്തുന്ന അവിടെ കിടന്നുറങ്ങുമായിരുന്നു. കുളിക്കുക അതൊക്കെയോ? അത് ഇവിടെ ഹോസ്റ്റലുണ്ട് ഫ്രണ്ട്സിന്റെ, അവിടെ 5 പേർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോ എക്സ്ട്രാ ഒരാളോട് വന്നാൽ ഓണർ വഴക്ക് പറയും. അപ്പൊ ഇടയ്ക്ക് ഞാൻ അവരറിയാണ്ട് പോയി നിന്നിട്ടുണ്ട്, അതിന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ സ്റ്റേ അടിക്ക് നിർത്തി. പിന്നെ മൊത്തത്തിൽ അമ്പലം കടത്തുന്ന അങ്ങനെയൊക്കെ കടന്നിരുന്നത്. അപ്പൊ ആ ടൈമില് ഞാൻ നോർമൽ ഗേൾസിനെ പോലെ നിന്നിരുന്നെങ്കിൽ നല്ല ബുദ്ധിമുട്ടായനെ. ഇങ്ങനെ പയ്യന്മാരെ പോലെ നടന്നിട്ടും എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താണത്? മീൻസ് എന്നോട് ഒരു അങ്കിള് വന്നിട്ട് നൈറ്റ് വന്ന് ചോദിച്ചേടാ പോലെ നീ എന്താ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ചേട്ടാ അമ്പലത്തിലാ. അപ്പൊ അമ്പലത്തിൽ കിടക്കുമ്പോ അമ്പലത്തിൽ കിടക്കണ ഇഷ്ടമാണ്, അങ്ങനെ വന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്കിവിടെ അടുത്ത് റൂമുണ്ട്, വാടാ 2 അടിച്ച് കൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, ഞാൻ വെള്ളം അടിക്കാറില്ല, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. എന്നാലും കുഴപ്പമില്ല, നീ എനിക്കൊരു കമ്പനി തവാ, നമുക്ക് റൂമിൽ പോയി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. ആ ഒരു രീതിക്ക് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പയ്യന്മാരെ പോലെ നടന്നിട്ടും പുള്ളി എന്നോട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ, അതേസമയം ഞാനൊരു ഗേൾ ആ ഒരു ഇതിൽ നടന്നിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല. ബാക്കി പറയണ്ടല്ലോ, ഊഹിക്കാം. ഞാനിപ്പോ വീട് വിട്ട് ഇറങ്ങിയെന്ന് പറയുമ്പോ എന്റെ വീട്ടിൽ കഷ്ടപ്പാടും ദുരിതമൊക്കെയാണ്. അപ്പോ ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ നിൽക്കാൻ പറ്റും. അപ്പൊ ഞാൻ അച്ഛന്റെ ഒപ്പം അല്ലെങ്കിൽ ചേട്ടന്റെ ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അവരെയും കൂടെ കരകയറ്റണമെങ്കിൽ ഞാൻ എന്തെങ്കിലും പഠിച്ച് ഒരു നല്ല നിലയ്ക്ക് എത്തി എനിക്ക് അവരെയും കൈപിടിച്ച് കയറ്റാം. ഞാൻ ആ ഒരു കാര്യം വിചാരിച്ച് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഇറങ്ങുമ്പോ ആ ടൈമിൽ ഞാൻ
അച്ഛനോട് പറഞ്ഞതാണ്, അച്ഛാ ഞാൻ എന്തായാലും ഇപ്പൊ നല്ല നല്ല എത്തിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ, നിങ്ങളെ ഞാൻ നല്ലോണം ഇപ്പൊ നോക്കും. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. അത് അല്ല, അപ്പൊ കുട്ടു നാളെ ജീവിതത്തിൽ നല്ലൊരു നമ്മളൊരു ചേഞ്ച് വന്ന് നമ്മളൊരു സക്സസ്ഫുൾ ആളായി, ആ ആളാവുമ്പോ ആണായിട്ടാണോ അറിയപ്പെടേണ്ടത് അല്ലാതെ പെണ്ണായിട്ടാണോ? ഏത് രീതിന്ന് വെച്ചാല് ഇപ്പൊ ഈ അറിയപ്പെടുന്ന രീതിയിൽ അറിയപ്പെടുത്തുള്ളൂ. അങ്ങനെയല്ല, ഏകദേശം പറയുകയാണെങ്കിൽ മാതൃക ഒരു ഫൈറ്റർ ആ ഒരു നിലയ്ക്ക് അറിയപ്പെടുത്തുള്ളൂ. അല്ലാണ്ട് ഇനി ഒരു ചേഞ്ച് ബോയ് ആയിട്ട് എന്തായാലും അറിയപ്പെടത്തില്ല. ഒരു സ്ത്രീ ഫൈറ്റർ ആവാൻ പറ്റില്ല എന്നാണോ പറയണത്? അല്ല, ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല? ഫൈറ്റ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഇപ്പൊ ഞാനൊരു സ്ത്രീ തന്നെയാണ്, ഇപ്പൊ ഞാൻ ഇത്രയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഞാനും ഒരുപാട് കഷ്ടത അനുഭവിച്ച് തന്നെയാണ് ഇപ്പൊ കോളേജ് ചെറുപ്പത്തിലായി നിൽക്കുന്നത്. അത് എന്റെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ ആണ്, അവിടെ തേർഡ് ഇയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എനിക്ക് എതിർകക്ഷിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. ഇപ്പോ എന്നെക്കാൾ ഉപരി കോളേജിൽ എല്ലാവർക്കും ആ കുട്ടീനെ അറിയാം. എന്നിരുന്നിട്ടും ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇത്രയും നല്ലൊരു ലെവൽ എത്താൻ പറ്റിയെങ്കിൽ മുന്നോട്ടും അത് ചെയ്യാൻ പറ്റും. സൂപ്പർ അമ്മയും മകളും